ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണല്ലോ നമ്മുടെ കേരളത്തെ പുറമേയുള്ളവരും ടൂറിസ്റ്റുകളും പിന്നെ നമ്മളും വിശേഷിപ്പിക്കുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാടാണോ നമ്മുടെ കേരളം? എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നരകമാണ്. വേറൊന്നും കൊണ്ടതല്ല, ഡെയിലി നമ്മൾ കേൾക്കുന്നത് അതുപോലുള്ള ന്യൂസുകളാണ്. കൊലപാതകങ്ങളും മറ്റുള്ള റേപ്പുകളും പിന്നെന്താണ് തട്ടിക്കൊണ്ടുപോകലും, പലവിധ പേപ്പർ തുറന്നാലും ന്യൂസ് തുറന്നാലും നമ്മുടെ യൂട്യൂബ് ചാനൽ തുറന്നാലും വരെ ഈ വക ന്യൂസുകളാണ്. അപ്പം ഇങ്ങനെ ഈ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടാവുക അല്ലേ? ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഉണ്ടായ ഒരു ന്യൂസ് നിങ്ങൾക്കറിയാലോ. ഒരു പിഞ്ചു കുഞ്ഞിനെ ബാലരാമപുരത്ത് കിണറ്റിലിട്ട് കൊന്നിരിക്കുന്നു. പുറമേയുള്ള ആളുകളൊന്നല്ല, സ്വന്തം കുടുംബത്തിൽ അമ്മാവൻ കൊച്ചിനെ എടുത്ത് ഇങ്ങനെ ഓമനിക്കേണ്ട, കൊച്ചിന് വേണ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട ഒരമ്മാവൻ സ്വന്തം സഹോദരിയുടെ മകളാണ് എങ്ങനെ ഓമനിച്ച് കൊണ്ടു നടക്കേണ്ടതാണ് അല്ലേ? നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വേണ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം. അച്ഛനല്ലെങ്കിൽ കൂടിയും അച്ഛനെ പോലെ കൊണ്ടു നടക്കേണ്ട, അല്ല ആ സ്ഥാനത്ത് നിർത്തേണ്ട ഒരു അമ്മാവന് എന്തൊക്കെ കടമകളുണ്ട് ഒരു സഹോദരിയുടെ കുട്ടിയിൽ എന്നുള്ളത് നമുക്കറിയാലോ. അങ്ങനെയൊക്കെ ചെയ്യേണ്ടിയിരുന്ന ഒരു നാറി കാട്ടിയ പണിയാണ് ആ കുട്ടിനെ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടിരുന്നത്. എന്താ സംഭവം അതിപ്പോഴും മനസ്സിലായിട്ടില്ല. പോലീസിനോട് അവൻ പറയാണ്, എന്താണ് നിങ്ങൾ പറ്റിയ കണ്ടെത്തിക്കോളൂ, ഞാൻ തന്നെയാണ് കൊന്നത്, കിണറ്റിലിട്ടത്, നിങ്ങൾ കണ്ടെത്തിക്കോളൂ. പോലീസ് എന്ത് ഇതിനെ പറ്റിയുള്ള ചർച്ചകളും മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള വിശകലനങ്ങളും അയൽവാസികളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ചില ന്യൂസുകൾ കിട്ടി. പിന്നെ ഇവരെ ഫോണിൽ സ്വാഭാവികമായിട്ടും ഇയാളെ ഫോണൊക്കെ വാങ്ങി വാട്സപ്പിലും ചാറ്റിങ്ങൊക്കെ ഡിലീറ്റാണ്. കാലം 2025 ഏത് ഡിലീറ്റ് ചെയ്ത സംഭവങ്ങളും റിക്കവർ ചെയ്യാം. അങ്ങനെ റിക്കവർ ചെയ്തപ്പോൾ കേരളം ലജ്ജിക്കുന്ന ഒരു കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. അത് മിക്കവാറും ആൾക്കാർ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്കായിട്ട് ഈ അമ്മാവൻ എന്ന് പറയുന്ന ഈ നാറിയും ഈ മരിച്ച കുട്ടിയുടെ അമ്മയും തമ്മിൽ സഹോദരന്മാരാണ്. വഴിവിട്ട, പുറത്ത് പറയാൻ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നത്ര. അതിൻ്റെ ചാറ്റിംഗ് ഹിസ്റ്ററി പോലീസിന് കിട്ടിയിട്ടുണ്ട്. അത് അവരെ ആ ക്രൈം ഫയലിൽ അവർ വെക്കും. പക്ഷെ അത് മീഡിയക്കൊന്നും പുറത്ത് കൊടുത്തിട്ടില്ല. പുറത്ത് കൊടുത്തിട്ട് വലിയ കാര്യമില്ല. അത്രയും അറപ്പുളവാക്കുന്ന ചാറ്റിങ്ങും വീഡിയോ കോളിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞത്. ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും 2 റൂമിൽ തൊട്ടടുത്ത റൂമിലുള്ളവരാണ്. എന്നിട്ട് അപ്പുറം റൂമിൽ ഇരുന്നിട്ടാണല്ലോ ഈ വീഡിയോ കോളിങ്ങും ഈ ചാറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അത്രക്ക് മാനസികാവസ്ഥ വേറെ ലെവലിൽ, സാധാരണക്കാരന് ചിന്തിക്കുന്ന ലെവലുള്ള മാനസികാവസ്ഥ ഒന്നല്ല ഇവർക്കൊന്ന് ഈ ഒരു സംഭവം പുറത്തു വന്നത് കൂടി നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് ഇതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുട്ടിക്ക് കുട്ടി ഒരു ബാധിതമായിരുന്നോ എന്തോ ഒരു സംഭവം, അത് കറക്റ്റ് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾ കണ്ടെത്തിക്കോളും എന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. പോലീസിനെ തന്നെ കുഴപ്പിക്കുന്ന ആ ഒരു കാര്യമാണ്. എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊന്നത് എന്നുള്ളതാണ്. ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ വൈരാഗ്യത്തിന്റെ പേരിൽ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ്. ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവരുടെ രണ്ടുപേരും ആങ്ങളെയും പെങ്ങളും വഴിവിട്ട ബന്ധത്തിലാണ്. പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വഴിവിട്ട ബന്ധത്തിലാണ്. അപ്പോൾ ഇവന്റെ സഹോദരി ഭർത്ത വീട്ടിലൊന്നല്ല, ഇവന്റെ കൂടെ തന്നെയാണ്, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇവർ തമ്മിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞ് ജീവിക്കുകയാണ്. ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്, പക്ഷെ വേർപിരിഞ്ഞ് ജീവിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരൻക്ക് ഈ ഭർത്താവുമായിട്ട് ഇവള് ജീവിക്കുന്നത് ഇഷ്ടമല്ല. ഓക്കെ, കാരണം എന്താ,
സഹോദരൻ്റെ പ്രണയമാണ്. ഓക്കെ, പ്രണയമോ കാമോ എന്തോ, കാമമായിരിക്കും, പ്രണയം ഒന്നാവില്ല, കാമം തന്നെ. അപ്പോൾ ഇവള് എന്താണ് ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഇവളുടെ ഹസ്ബൻഡ് ഇവളുടെ വീട്ടിൽ വരികയുണ്ടായി. അപ്പോൾ അന്ന് രാത്രി ഹസ്ബൻഡൊപ്പം റൂമിൽ ഇവള് എടുക്കാൻ പോയി. അത് ഇവന് പറ്റിയില്ല. ദേഷ്യത്തിൻ്റെ പുറത്ത് ഇവൻ കുട്ടിനടുത്ത് കിണറ്റിലെറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ തെളിവുകൾ ശേഖരിച്ച് പോലീസ് കണ്ടെത്തട്ടെ. പക്ഷെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് മറ്റുള്ള ന്യൂസിലും മറ്റേതൊക്കെ കേട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു ലെവലാണ്. ഈ നാളെ ചിലപ്പോൾ വേറെ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ സ്റ്റിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പം ഈ നാറി അമ്മാവൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനുണ്ടായി. പോലീസ് ജീപ്പിൽ കയറിയപ്പോൾ തല കുനിച്ച് ഒരു ചെറുതായിട്ട് കരയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. ഉറപ്പായിട്ടും അവൻ ആ കുട്ടിയെ കൊന്ന ഒരു മൈൻഡിലേക്ക് അറിയുന്നതല്ല. ഈ ഒരു ബന്ധം, ഇവൻ്റെ പെങ്ങളുമായിട്ടുള്ള ഈ ബന്ധം നാട്ടുകാരറിഞ്ഞതിലുള്ളൊരു വിഷമമായിരിക്കും എനിക്ക് ശരിക്കുണ്ടാവുക. കാരണം ഒരിക്കലും ആ കുട്ടി മരണപ്പെട്ടവന് ആ ഖേദം പ്രകടിപ്പിച്ചതല്ല. കാരണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണെന്നാണ് ഈ വീഡിയോ കാണുമ്പോഴും മറ്റുള്ള ന്യൂസൊക്കെ കാണുമ്പോഴും നമുക്കറിയാൻ കഴിയുന്നത്. പിന്നെ ഈ സ്ത്രീക്ക്, ഇവൻ്റെ ഈ സഹോദരിക്ക് വേറെയും ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇപ്പോൾ ഇതിലൊരു പുതിയൊരു ക്യാരക്ടർ അവതാരപ്പിറവി വന്നിട്ടുണ്ട്. ഒരു ജ്യോത്സ്യന്, മന്ത്രവാദി. ഇങ്ങനെയുള്ള പല കേസുകളിലും ഇങ്ങനൊരു അവതാരം ഉണ്ടാവാറുണ്ട്. ഇപ്പം ലാസ്റ്റ് നമ്മുടെ നെന്മാറ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മന്ത്രവാദിയാണ് ഈ മുടിയിറക്കിയുള്ള സ്ത്രീയാണെന്ന് പറഞ്ഞു കൊടുത്ത് അവയിമെന്നാണ് ഇയാളെ പടവെട്ട് തുടങ്ങിയത്. അതിലും ഒരു മൂല കാരണം ഈ മന്ത്രവാദിയാണ്. ഇതിലും ഇപ്പോൾ ഒരു മന്ത്രവാദി വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. ചേട്ടനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താണ്? ഓമനക്കുട്ടൻ. ഈ പ്രദീപ് എത്ര നാളായിട്ട് ഇവിടെ ഈ മന്ത്രവാദം ജ്യോതിഷമൊക്കെ ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാലമുണ്ട്. ഒരുപാട് പേരോട് വരാറുണ്ട്. വരാറുണ്ട്. ഏത് സമയത്തൊക്കെയാണ് വരുന്നത്? ഇത് പൂജയാണെന്ന് അറിഞ്ഞുകൂടാ. ഏത് സമയത്തൊക്കെയാണ് വരുന്നത്? എപ്പോഴും വരാറുണ്ട്. പാതിരാത്രി, അർദ്ധരാത്രിക്ക് ശേഷം വരാറുണ്ട്. അർദ്ധരാത്രിക്ക് ശേഷം വരാറില്ല. ആരും 10-11 മണിക്ക് ശേഷം വരാറില്ല. പുറത്തു പോകാറില്ല. അർദ്ധരാത്രി ഇവിടെ പൂജയൊക്കെ നടക്കാറുണ്ടോ? ഉച്ച ഇവിടെ ഉള്ള നാല് പെമക്കളിൽ ഒരു മോള്, 3 പേര് അല്ലാതെ. അർദ്ധരാത്രി നടക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് ഓളക്കഴിച്ചിരിക്കാക്കൂല. എന്താണ് ഇവിടെ കേൾക്കുന്നത്? എന്താണ് ഇവിടെ ഇവിടുന്ന് കേൾക്കുന്ന ശബ്ദം? സ്പീക്കറൊക്കെ ഇരിക്കുന്നുണ്ട്, മന്ത്രങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പോലീസ് ഇപ്പോൾ കണ്ടത്? പോലീസ് വന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. നാട്ടുകാരൊക്കെ ഇവിടെ പൂജയ്ക്ക് വരാറുണ്ടോ? നാട്ടുകാര് പൂജയ്ക്ക് വരാറുണ്ട്. അത് ഈ നാട്ടുകാരാണോ പുറത്തുള്ളവരാണോ? പുറത്തുനിന്നുള്ളവരാണ്. ഇവിടെ ഇയാള് ഈ സ്വാമി എന്താ നേരത്തെ എന്ത് ജോലി ചെയ്തിട്ടുള്ളതാണ്? നേരത്തെ മുട്ട കച്ചവടമായിരുന്നു. പ്രതി എന്ന് പേരുള്ളപ്പോ മുട്ട കച്ചവടം ശംഖുമുഖത്തും. അതിനു മുമ്പ് അധ്യാപകനായിരുന്നു, ട്യൂട്ടോറെ ലൂ കോളേജിൽ പഠിപ്പിച്ചിരുന്നു. എന്നെ പഠിപ്പിച്ചിരുന്ന സാറാണ്. പ്രദീപ് എന്ന് പറയുന്നവനാണ് ഇതിലെ മന്ത്രവാദി. അവനക്ക് മുട്ട കച്ചവടം എന്നല്ല, പണ്ടേ മുട്ടല്ലേ, അതിന്റെ കച്ചവടം. അപ്പൊ മുട്ടയിൽ കൂടോത്രം ചെയ്യണ പരിപാടിയായി. ഇതിൽ മുട്ട വിട്ടിട്ടുള്ള കളിയില്ല. അവനും ഇതില് എന്താ ഒരു ബന്ധം ഉണ്ടെന്നാണ് സംശയം. പോലീസ് അവനും പൊക്കും. ഭാവിയിൽ നമുക്ക് ഇതിന്റെ അപ്ഡേഷനുകൾ കേൾക്കാം. ഏതായാലും കേരളത്തിൽ നല്ല സൂപ്പർ കാലാവസ്ഥയും സൂപ്പർ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എവിടെയെങ്കിലും ഇപ്പോൾ കൊല നടക്കാനുണ്ടാവും, എവിടെയെങ്കിലും പീഡനങ്ങൾ നടക്കാനുണ്ടാവും, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത്. അങ്ങനത്തെ ഒരു അവസ്ഥ ആയി മാറിയിട്ടുണ്ട് നമ്മുടെ കാലഘട്ടം. ഏതായാലും കലികാലത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അവനാനെ സംരക്ഷിക്കുക, അവനാനെ സൂക്ഷിക്കുക. ഓക്കെ.